റമദാൻ മാസം വിട പറയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കെ സ്നേഹവും സൗഹൃദവും തണലൊരുക്കി ഇഫ്താർ വിരുന്ന് അവിസ്മരണീയമായി. ഈസ്റ്റ് ചേന്നമംഗളൂർ ജമാഅത്തെ ഇസ്ലാമി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഫിർദൌസ് സാംസ്കാരിക കേന്ദ്രത്തിലാണ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്. പരിപാടിക്ക് മുന്നോടിയായി വിവിധ കാറ്റഗറികളിലായി ഹൈസ്കൂൾ, UP, LP, പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് ഖുർആൻ, തജ്വീദ്, ഹിഫ്ൾ മത്സരങ്ങളും സംഘടിപ്പിച്ചു. ഇഫ്താർ സംഗമം ഒയത്തമംഗലം മഹല്ല് കമ്മിറ്റി സെക്രട്ടറി സാലിഖ് ചിറ്റടി ഉദ്ഘാടനം ചെയ്തു. റമദാൻ നോമ്പിലൂടെ നേടിയെടുത്ത വിശുദ്ധി ജീവിതത്തിൽ തുടരാൻ സാധിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതിലൊന്നാമത്തെ സന്തോഷം നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതാ അഫ്തറ ഫരിഹ, നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമാണ്. അത് നമുക്ക് ദുനിയാവിൽ തന്നെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു സന്തോഷമാണ്. അതേസമയം ഇതിനേക്കാൾ അപ്പുറത്ത് വലിയൊരു സന്തോഷത്തെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അത് ഇദാ ലഖിയ റബ്ബഹു ഫരിഹ ബിസൗമിഹി, അത് നാളെ പടച്ചവനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണ്. ഈ റമദാനിൽ നമ്മൾ നോമ്പ് നോറ്റതിന്റെ പ്രതിഫലമായി നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ, അത് കാണുമ്പോൾ നമുക്ക് ലഭിക്കുന്ന, അത് അനുഭവിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് അടുത്തു നിൽക്കാൻ കഴിയുന്ന സന്തോഷം, അതും കൂടി നമുക്കിനി അനുഭവിക്കാനുണ്ട്. ഒന്നാമത്തെ സന്തോഷം ഈ ലോകത്തെ തന്നെ സന്തോഷത്തെ കുറിച്ചാണ് പറഞ്ഞത്. രണ്ടാമത്തെ ഒരു സന്തോഷം പടച്ചവനെ കണ്ടുമുട്ടുമ്പോഴുള്ള ആ ഒരു സന്തോഷം, ആ സന്തോഷം അനുഭവിക്കുന്ന വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. KP ഷരീഫ് അധ്യക്ഷത വഹിച്ചു. CK വഹാബ് മാസ്റ്റർ, MT ഷമീർ, KT റാസി അബ്ദുള്ള, CK ഹനീഫ, ഹാജര ടീച്ചർ, സജന ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി. എൻലൈറ്റ് ന്യൂസ് മുക്കം.